എൻ്റെ ഫേവറേറ്റ് ചെടിയാണിത്. ഇത് കണ്ടോ, നമ്മുടെ ആ പെറ്റൂണിയയുടെ അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ കണ്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഫെയറി ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഞാൻ ഇടയ്ക്ക് കുഴിപ്പള്ളത്തൊക്കെ പോയിട്ട് കുറേ ചെടികൾ മേടിച്ച ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ അധികം പേര് അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളത് മേടിച്ചത് മാത്രം പോരല്ലോ, നമ്മളതിപ്പോൾ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയോളം ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ അതിൻ്റെ സിറ്റുവേഷൻ, ഇപ്പോഴെങ്ങനെയാണ് അതിൻ്റെ സ്റ്റേജ്, ആ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ നമുക്കൊന്ന് കണ്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എനിക്ക് ചില ചെടികളൊക്കെ പോയി കേട്ടോ. അപ്പോൾ അത് ഏത് ചെടികളെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത് കാണുന്നവർക്ക് എന്തായാലും നമ്മൾ മേടിച്ചുകൊണ്ടൊക്കെ വലിയ കാര്യത്തിൽ വീട്ടിൽ കൊണ്ടുവന്നല്ലോ, പക്ഷേ അത് കഴിഞ്ഞിട്ടുള്ള അതിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും കൂടെ പറയാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മുടെ അന്ന് വാങ്ങിച്ച ചെടികളും അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയും ഏതൊക്കെ എനിക്ക് പോയി ഏതൊക്കെ പോയില്ല എന്നുള്ളതൊക്കെ നമുക്ക് കാണാം. ഇത് കണ്ടോ, ഇത് അതിന് മുന്നേ ഇത് നമ്മുടെ ചെടിയാണ് കേട്ടോ, നമ്മുടെ കല്യാണ സൗഗന്ധിക. ഈ ടെറസിൽ മുഴുവനും നമുക്ക് മണം പടർത്തുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് പടർത്തുന്നതല്ല, പരത്തുന്ന. ഓക്കെ, പരത്തുന്ന ഒരു ചെടിയാണ്. ഇത് ഭയങ്കര മണമാണ്. കല്യാണ സൗഗന്ധി അല്ലേ, ഒരു പാട്ട് തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അത് ഭയങ്കര നല്ല ബുഷിയായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് കാണാം നമ്മുടെ ചെടികളും. ഞാനെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ, എനിക്ക് കുറേ സമയം കിട്ടാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ട് പുതിയതായിട്ട് കൊണ്ടുവന്നതെല്ലാം അതിൻ്റെ മേലെ താഴെ ഞാൻ ഇങ്ങനെ വെച്ചേക്കുണ്ട്. ഇതെല്ലാമാണ് നമ്മൾ അന്ന് മേടിച്ച ആ ചെടികളെന്ന് പറയുന്നത്. കുറേ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് പോയത് ഞാൻ ആദ്യമേ കാണിക്കാൻ. കണ്ടോ, എൻ്റെ പെറ്റൂണിയ ഉണ്ടല്ലോ, പെറ്റൂണിയ കംപ്ലീറ്റ് പോയി. പെറ്റൂണിയയും പോയി. പിന്നെ അതുപോലെ ഇത് കണ്ടോ, നമ്മുടെ ചൈനീസ് ബോൾസത്തിൻ്റെ അടുക്കുള്ള സാധനമൊക്കെ ഇങ്ങനെ അങ്ങ് കരിഞ്ഞ് നിൽക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ചൈനീസ് ബോൾസും പെറ്റൂണിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് മേടിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണി കിട്ടും, നമുക്ക് വാങ്ങിയതെല്ലാം ലോസ് ആവും. പക്ഷേ എന്നാൽ ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊന്നും വലിയ കുഴപ്പമില്ല. ഇതിപ്പം വൈകുന്നേരം ആയതുകൊണ്ടാണ് ഇച്ചിരി വാടി നിൽക്കുന്നത്. ഇതൊന്നും വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട്. ഇത് പക്ഷേ ഞാൻ വേറെ നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണ്. ഞാൻ പറഞ്ഞില്ലേ ഒരു 80 രൂപയുടെ നഴ്സറി എന്ന് പറഞ്ഞില്ലേ, അവിടുന്ന് മേടിച്ച തൈകളാണ് ഇത് രണ്ടും. പക്ഷെ അത് രണ്ടും നല്ലതായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ചൈനീസ് ബോൾസൊക്കെ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ, ഞാൻ പറയാനുള്ള എൻ്റെ ഒരു ഉപദേശമാണ്, നമ്മൾ കുറച്ച് നല്ലത് നോക്കി തന്നെ വാങ്ങണം. ഞാൻ ഇവിടുന്ന് മേടിച്ചതൊക്കെ എനിക്ക് കംപ്ലീറ്റ്ലി പോയെന്ന് പറഞ്ഞാൽ അതേ കണ്ടോ. ഞാൻ കാണിച്ചു തരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മാത്രമാണ് ഞാൻ ഇളക്കി നടാതിരുന്നത്. ഇത് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്, വലിയ കുഴപ്പമില്ലാതെ. പക്ഷേ ഇളക്കി നട്ടതാണ് ദേ കണ്ടോ ഈ ഒരു സാധനം. അതുപോലെ ഈ ചെടിച്ചട്ടിയിലൊക്കെ ഉണ്ടായിരുന്നു, ഇതെല്ലാം അങ്ങ് പാടേ പോയി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഇതും അതുപോലെ തന്നെ. ഇത് വേറെ ഏതോ ചെടിയാണ്. അതിൻ്റെ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടോ, ഇതെല്ലാം അങ്ങ് പോയി കേട്ടോ. ചൈനീസ് ബോൾസ് ഇതെല്ലാം ഇവിടെയൊക്കെ ഞാൻ പെറ്റൂണിയായിരുന്നു ഇതിനകത്ത് നിന്നത്. പക്ഷെ അതൊക്കെ പോയി. പെറ്റൂണിയുടെ ഞാൻ ആദ്യം എടുത്ത 2-3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള വീഡിയോ ഞാനുണ്ട്, അത് ഞാൻ കാണിച്ചു തരാതെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ ഉള്ളത് നമ്മുടെ റോസിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ് 20 രൂപയ്ക്കൊക്കെയുള്ള റോസ് ഉണ്ടല്ലോ, അത് വാങ്ങാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, നമ്മുടെ ആ പെറ്റൂണിയുടെ അവസ്ഥയാണ് ഇപ്പോഴത്തെ അവസ്ഥയാണ്. എനിക്കറിയില്ല അത് എന്താ സംഭവിച്ചതെന്നുള്ളത് അറിയില്ല. അവർ പെട്ടെന്നൊക്കെ ഒടിച്ച് വെച്ചിട്ട് അതിൻ്റെ വേരൊന്നും ഇറങ്ങാതെ നമ്മളെ തരുന്നതാണോ എന്നറിയില്ല. എന്തായാലും അത് ആർക്കും ഇങ്ങനെ ഒരു അബദ്ധം പറ്റാതിരിക്കട്ടെ. നല്ല ഭംഗിയായിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുന്ന പെറ്റൂണിയുടെ തന്നെ മേടിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ റോസ് കാണിച്ചു തരാതെ. റോസിൻ്റെ തന്നെ നമ്മൾ 20 രൂപയ്ക്കൊക്കെ മേടിച്ച സാധനം കണ്ടോ. റോസിൻ്റെ ഞാൻ 20 രൂപയ്ക്ക് മേടിച്ചതാണ്. ഇപ്പോഴത്തെ അതിൻ്റെ അവസ്ഥ കണ്ടോ. 20 രൂപയ്ക്ക് മേടിച്ച സാധനമൊക്കെ ഇങ്ങനെ ആയിപ്പോയി. പക്ഷേ കുറച്ചും കൂടെ വലുത് വലിയ കുഴപ്പമില്ല കേട്ടോ. വേണ്ടോ, ഇതൊക്കെ നമുക്ക് വലിയ പ്രശ്നമല്ല. ഇതൊക്കെ 40 രൂപ 50 രൂപ ആ ഒരു റേഞ്ചിലുള്ള കെട്ടികളാണ് കേട്ടോ. അതൊക്കെ വലിയ കുഴപ്പമില്ല. ഇത് 20 രൂപയുടെയൊക്കെ വാങ്ങിച്ചതാണ്. അതും ഇങ്ങനെ അങ്ങ് ശോഷിച്ച് നിൽക്കുകയാണ്. ചിലപ്പം പിടിച്ച് കിട്ടിയാൽ കൊള്ളാം, അത്രേ ഉള്ളൂ. ഇത് കുഴപ്പമില്ല. ഇത് ഞാൻ മാറ്റി കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് നല്ലതായിട്ട് വരുന്നുണ്ട്. എല്ലാം ഒന്നും ഞാൻ ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷേ എന്നാലും റോസൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും വില കുറഞ്ഞത് മേടിക്കാതെ കുറച്ചും കൂടെ 10-20 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നല്ല പ്ലാന്റ്സിനെ കിട്ടും. നമുക്കത് സർവൈവ് ചെയ്ത് കിട്ടും കേട്ടോ. പിന്നെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇപ്പോൾ കരിഞ്ഞു പോയി. ഇതിനകത്തുള്ള ഫ്ലവർ ഞാൻ മേടിച്ചപ്പോൾ ഉള്ളതുണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് അതും ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ ഉള്ള സാധനമൊക്കെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവ് തോന്നി വാങ്ങും. പക്ഷെ അതെല്ലാം
മിക്കവാറും പോകാൻ സാധ്യതയുണ്ട്. അതെ, കാക്കപ്പൂ എന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേര്. ഇതൊക്കെ കുഴപ്പമില്ല കേട്ടോ, അതൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൻ്റെ വിത്തെടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്ക് ഈ കളറില്ല, വേറെ കളർ ഇടുകയുണ്ട്. പിന്നെ റോസൊക്കെ, ഈ റോസൊന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയതാണ്, വലിയ പ്രശ്നമില്ലാതെ നമുക്ക് കിട്ടി. ഇനി ഇതിന് വേറൊരു ചട്ടിയിലോട്ട് മാറ്റി വെക്കണം. വയ്ക്കുമ്പോൾ ഇനി എന്താണ് അവസ്ഥയെന്ന് അറിയില്ല, എന്തായാലും മാറ്റി വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് ചൈനീസ് ബോൾസ്, ഇത് വലിയ പ്രശ്നം. ഇത് ഞാൻ അവിടെ നിന്ന് മേടിച്ചതല്ല, നമ്മളെ ചേച്ചിയുടെ കടയില്ല, ആ ചേച്ചിയുടെ കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വലിയ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതേ കണ്ടോ, ഇതിൻ്റെ തന്നെ ഞാനൊരു 3-4 വെറൈറ്റി മേടിച്ചു. 2 എണ്ണം എനിക്ക് പോയി, ഈ 2 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്ലവർ കളർ, ഈ കളറൊന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ മേടിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വേറെ സെപ്പറേറ്റ്, ഇതും അവിടെ നിന്ന് മേടിച്ചതാണ്. ടുഡേ ടുമാറോ അങ്ങനെയാണ് ഇതിൻ്റെ പേര്. ഇത് നല്ലൊരു ഫ്ലവറാണ്, ഇത് നല്ല രക്ഷപ്പെട്ട് കിട്ടി കേട്ടോ. പിന്നെ എന്താ പറയുക, നമ്മുടെ ഈ റോസൊക്കെ ഞാൻ പറയില്ല, ഇങ്ങനത്തെ 20 റുപ്പീസ് അല്ലാത്തതൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ല. ഈ 20 രൂപയുടെ ഒരൊറ്റ കമ്പിൽ ഇങ്ങനെ നിൽക്കില്ലേ, അത് മാക്സിമം ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അത് മേടിക്കാതിരിക്കണം, ഇനി ഞാനും അത് മേടിക്കത്തില്ല. പക്ഷേ നമ്മൾ അന്ന് മേടിച്ച കുറച്ച് വലിയൊരു പ്ലാന്റ്, അതും വലിയ കുഴപ്പമില്ല. ഈ ഇലയിലൊക്കെ ഒരു ചെറിയ ചെറിയ കറുപ്പൊക്കെ ഉണ്ട്, അതിൻ്റെ മരുന്ന് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയായി വരുമെന്ന് തോന്നുന്നു. അപ്പം ഇതാണ് നമ്മൾ അന്ന് വാങ്ങിച്ച ചെടികളുടെ അവസ്ഥ. അപ്പോൾ അതെല്ലാവരും കണ്ടല്ലോ അല്ലേ, നമുക്ക് പോയ സാധനങ്ങളൊക്കെ ഏതാണെന്നുള്ള മനസ്സിലായല്ലോ. പെറ്റൂണിയ, പിന്നെ ചൈനീസ് ബോൾസും, അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മേടിക്കണം. നമ്മളത് പറയണമല്ലോ. എൻ്റെ മൊഗൈൻവില്ല ഉണ്ടോ, ഇത് ചെടിച്ചട്ടി നിൽക്കുന്നതാണ് കേട്ടോ. ടെറസിൻ്റെ മുകളിൽ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതാണ്. നല്ല പൂത്തളഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും ഇതിൽ ഫ്ലവേഴ്സാണ്, നല്ല ഭംഗി, നല്ല രസമാണ്. പിന്നെ നമ്മൾ അന്ന് മേടിച്ചിട്ട് ഒരു ആമ്പൽ മേടിച്ചായിരുന്നേ. ആമ്പൽ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് അതുപോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കൊള്ളാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ പുതിയ ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞ് ഇലകളൊക്കെ ഇങ്ങനെ നാമ്പിട്ട്. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ചുകൂടി വലിയ ചട്ടിയിൽ വെക്കാനാണ് പറഞ്ഞത്. ഞാൻ കൊണ്ടുവന്ന ഉടനെ അതൊന്ന് പിടിക്കട്ടെ എന്ന് വിചാരിച്ച് അതോടെ അങ്ങ് ഇറക്കി വെച്ചതാണ്. അതിനകത്ത് മീൻ കിടപ്പുണ്ട്. ഈ പ്രാവ് ഉണ്ടോ, നമ്മുടെ വീട്ടിൽ വരുന്ന പ്രാവാണ്. പോയോ പ്രാവ്? മാറി എന്നാൽ കിട്ടി. ഈ റോസൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിന് മുന്നേ പോയപ്പോൾ മേടിച്ചിട്ടൊക്കെ വെച്ചതാണ്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഫ്ലവേഴ്സൊക്കെ പോയി നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് കമ്മൽ ചെടി, എൻ്റെ ഫേവറേറ്റ് ചെടിയാണിത്. ഭയങ്കര ഇഷ്ടമാണ്, കാരണം എപ്പോഴും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതിൻ്റെ വിത്താണ്. ഇതിന് നമുക്കിങ്ങനെ വിത്ത് കയ്യിലിങ്ങനെ എടുക്കാൻ പറ്റും. ഈ വിത്തിനെ നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒത്തിരി തൈകൾ ഇതിൻ്റെ മൂട്ടിൽ പൊടിച്ച് വരും. ഭയങ്കര രസമാണ് കേട്ടോ ഇത്. ആണ് കേട്ടോ ഇന്നത്തെ ചെടി വിശേഷങ്ങൾ. അപ്പോൾ വീണ്ടും കാണാം പുതിയൊരു വീഡിയോയുമായിട്ട്. അതുവരേക്കും ബൈ ബൈ. അതിന് മുന്നേ ഒരു കാര്യമുണ്ട്, നമ്മുടെ വീട്ടിലത് നമ്മുടെ പൂച്ച പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അത് കണ്ടോ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എന്ത് രസമാണ് നോക്കി. കുട്ടുമാ കുട്ടുമാ കുട്ടു കുട്ടുമാ ഇങ്ങോട്ട് നോക്ക്. 4 കുട്ടികളുണ്ട് കേട്ടോ, 4 കുട്ടികളുണ്ട്. അപ്പോൾ അവർ നല്ല സുന്ദര കുട്ടന്മാരാണ്. 4 അമ്മയുടെ ഒരു കളറും അതിന് 4 കുട്ടികൾക്കും വന്നിട്ടില്ല. പക്ഷെ ക്യൂട്ടാണ്, ഞങ്ങളുടെ കൂടെ ആയിരുന്നു പാവം. ഈ ഒരു വീഡിയോയുമായി ചെറുവരേക്കും.